ഇനി പാലക്കാട്ടേക്ക് വീണ്ടും പോവുകയാണ്. പാലക്കാട്ടേക്ക് ജസ്റ്റിത്ത PCR എന്ന് പറഞ്ഞത് പ്രവചന സിംഹം ചേരുന്നു എന്നുള്ളതാണ്. സാജിദിനെ അങ്ങനെ വിളിക്കുന്നത് നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് ഇ ശ്രീധരൻ മത്സരിച്ച സമയത്ത് കട്ടയ്ക്ക് നിൽക്കുകയാണ്. അതായത് ഭയങ്കര ടൈറ്റ് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാജിദ് തുടക്കത്തിലേ പറയുന്നുണ്ട് ഇത് ഷാഫിക്കാണ്. അപ്പം അങ്ങനെയാണ് അന്ന് നമ്മുടെ ഇവിടെ പ്രവചന സിംഹം എന്നുള്ള പേര് സാജിദിന് അങ്ങനെയാണ് ലഭിക്കുന്നത്. അതായത് സാജിദ് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രവചനം ഫലിക്കാതിരിക്കില്ല എന്നുള്ളതാണ്. സാജിദ് ഇപ്പൊ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ പെട്ടി പൊട്ടിക്കാൻ വേണ്ടി. അപ്പം എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കിയത്? ദിവ്യ, രമ്യ, ഇത് നമ്മൾ കൃത്യമായ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ അത് UDFന് ചെറിയൊരു എഡ്ജ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതായത് ഈ ആകെ 13 റൗണ്ടുകളാണ് എണ്ണുക, 19 ടേബിളുകൾ. ഇതിൽ 5 ടേബിളുകൾ പോസ്റ്റ് ലോട്ടുകൾക്കായാണ് മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നീട് ഉള്ള 13 റൗണ്ടുകളിൽ ഓരോ റൗണ്ടിലും 14 മെഷീനാണ് എണ്ണുക. അങ്ങനെ 180 മെഷീനാണ് ഉള്ളത്, 184 മെഷീനാണ് ഉള്ളത്. ഈ 180 ബൂത്തുകളും ഈ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ തവണ ഒന്നാം റൗണ്ട്, കഴിഞ്ഞ തവണ നേരത്തെ അസ്ലം സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോവിഡ് ആയതുകൊണ്ട് തന്നെ ഓക്സിലറി ബൂത്തുകളുടെ എണ്ണം കൂടുതലായിരുന്നു. 750 വോട്ട് മാത്രമാണ് ഒരു ബൂത്തിൽ പോൾ ചെയ്തിരുന്നത്. ഇത്തവണ അങ്ങനെയല്ല, 1499 വരെ ഒരു ബൂത്തിൽ പോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 20 റൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 13 റൗണ്ട് മാത്രമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അതേ പാറ്റേൺ ആണ് ഈ ഉപതെരഞ്ഞെടുപ്പിനും ഉണ്ടാവുക. അതുകൊണ്ട് കഴിഞ്ഞ തവണ നമുക്ക് ഇ ശ്രീധരൻ 11ാം റൗണ്ട് വരെ ലീഡ് ചെയ്തിരുന്നു. ഇത്തവണ അത് 11ാം റൗണ്ട് എന്നതിലേക്ക് പോകില്ല, പകരം 8ാം റൗണ്ട് ആകുന്നതോടുകൂടി തന്നെ ഈ പാലക്കാട് നഗരസഭയുടെ ഈ കൗണ്ടിംഗ് പൂർണ്ണമാകും എന്നുള്ളതാണ്. അതായത് ഈ കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ 1ാം റൗണ്ടിൽ നേടുന്നത് 1804 വോട്ടിന്റെ ലീഡാണ്. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPക്ക് 2000-ലധികം വോട്ടിന്റെ ലീഡ്, 2084 വോട്ടിന്റെ ലീഡ് 1ാം റൗണ്ടിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ നിയമസഭയിൽ ഈ 10ാം റൗണ്ട് വരെ ഈ ശ്രീധരൻ നിൽക്കുന്നുണ്ട്. 11ാം റൗണ്ട് ആകുമ്പോൾ 6300-ലധികം വോട്ടിന്റെ ലീഡാണ് ഉണ്ടാവുക. അതേ രീതിയിൽ ഇത്തവണ ഒരു 9000 വോട്ടിന്റെ ലീഡ് നഗരസഭ കഴിയുമ്പോൾ 8ാം റൗണ്ട് ആകുമ്പോൾ സി കൃഷ്ണകുമാറിന് 9000-ലധികം വോട്ടിന്റെ ലീഡാണെങ്കിൽ അവർക്ക് വിജയപ്രതീക്ഷയുണ്ട്. അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളത് കൂടി വലിയ ചോദ്യമല്ലേ? അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉള്ള ഏതാണ്ട് അതേ വോട്ടർമാരുടെ എണ്ണമാണ്. അതായത് ശതമാനത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമില്ല എന്ന് വേണം കാണാൻ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ BJPക്ക് ഉള്ള ലീഡ് ഈ നഗരസഭാ പരിധിയിൽ 496 ആണ്. അത് പക്ഷേ ഈ നിയമസഭയാകുമ്പോൾ കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ 2500-ലോ 3000-മോ വരെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ BJP കണക്കാക്കുന്നത് 38,000 വോട്ടെങ്കിലും ഈ നഗരസഭയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതായത് 27,000 വോട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്, 34,000 വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരന് ഉണ്ടായിരുന്നത്. ആ 34,000 എന്നുള്ളത് ഒരു 37,000-മോ 38,000-ത്തിലേക്കോ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ BJPക്ക് ഈ വിജയപ്രതീക്ഷ ഉണ്ട്. പക്ഷേ അത്തരം ഉയരാനുള്ള സാധ്യത നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല. പിന്നെ നമുക്കറിയാം പാലക്കാട് നഗരസഭയ്ക്കുള്ളിൽ വലിയ നേട്ടമുണ്ടാക്കിയപ്പോൾ, ലീഡ് നേടിയപ്പോൾ അതിനെ ഷാഫി മറികടന്നത് പിരായിരി പഞ്ചായത്തിലെ ലീഡ് വെച്ചാണ്. അപ്പോൾ പിരായിരിലും അതുപോലെ തന്നെ മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലും ഒക്കെ ഒരു വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ടോ? BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് പാലക്കാട് നഗര മേഖല തന്നെയാണ്. നഗരസഭയിലെ 104 ബൂത്തുകളാണ്. അതിൽ 104 ബൂത്തുകളും അവരുടെ ശക്തി മേഖലയല്ല. നമുക്ക് 1ാം റൗണ്ടിൽ എത്തുമ്പോൾ സി കൃഷ്ണകുമാർ വളരെ ഉയർന്നു നിൽക്കും. പിന്നീട് 2ാം റൗണ്ടിലും ഉയർന്നു നിൽക്കും. 3ാം റൗണ്ട് ആകുമ്പോൾ കുറച്ച് താഴും. 4ാം റൗണ്ടിൽ വീണ്ടും വർദ്ധിക്കും. 5ാം റൗണ്ടിൽ കുറച്ച് താഴും. 6ാം റൗണ്ടിൽ വർദ്ധിക്കും. 7ാം റൗണ്ട് ആകുമ്പോൾ കുറച്ച് താഴും. 8ാം റൗണ്ട് ആകുന്നതോടുകൂടി അത് UDFന് ചെറിയ
എഡ്ജിലേക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ ബൂത്ത് ലെവൽ കണക്ക് വെച്ച് നോക്കുമ്പോഴുള്ള കാര്യമാണ്. മറ്റടിയൊഴുക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഈ കണക്കുകളെല്ലാം തന്നെ തകിടം മറിഞ്ഞ് അട്ടിമറികൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രായരി പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് 6300-ലധികം വോട്ട്, അത് 7000 വർദ്ധിക്കുമെന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. അവിടെ പ്രായരി പഞ്ചായത്തിന്റെ പ്രത്യേകത, അവിടെ LDF ആണ് 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് BJP ആണ്. പക്ഷെ അവർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ കുറവാണ്. ആകെ 300 വോട്ടിൽ താഴെ മാത്രമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF-ഉം BJP-യും തമ്മിൽ ഉള്ളത്. ഈ ഏതാണ്ട് LDF-ന്റെ ഇരട്ടി വോട്ട് ആ പഞ്ചായത്തിൽ UDF-നുണ്ട്. അത് അതേ രീതിയിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു ഭൂരിപക്ഷത്തിലേക്ക് അങ്ങനെ പോകാൻ കഴിയുള്ളൂ. കണ്ണാടി പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ LDF-നാണ് ലീഡെങ്കിലും LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം വലിയ ഒരു വ്യത്യാസമില്ല. മാത്തൂർ പഞ്ചായത്തിൽ വളരെ നേരിയ വ്യത്യാസമാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ളത്. അവിടെയും BJP-ക്ക് കണ്ണാടി പഞ്ചായത്തിൽ ഒരു പരമാവധി നേടാൻ കഴിയുക 5000 വോട്ടുകൾ മാത്രമായിരിക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ഈ പി സരിൻ എന്ന ഒരു ഫാക്ടർ, ഈ സരിൻ തരംഗം എന്നുള്ളത് എത്രത്തോളം ആഞ്ഞടിച്ചിട്ടുണ്ട് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് UDF വോട്ടുകളായിരിക്കുമോ സരിന് ലഭിക്കുക, അതോ BJP വോട്ടുകളായിരിക്കുമോ എന്നുള്ളത്. അത് നഗരമേഖലയിൽ നിന്ന് ഈ ശ്രീധരന് ലഭിച്ച വോട്ടുകൾ ഇതുണ്ടായിരുന്നു. അതായത് CPM മാറിക്കുത്തി എന്നൊക്കെയുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടി ഷാഫി പറമ്പിലിനെ ജയിപ്പിച്ചു എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയും അല്ല. അപ്പൊ എന്തൊക്കെയാണ് തിരിച്ചടിയാവുക ഓരോ മുന്നണികൾക്കും എന്നുള്ളതുണ്ട്. സ്ഥാനാർത്ഥി നിർണയം, മറ്റേ ശോഭാ സുരേന്ദ്രന്റെ പ്രശ്നം, RSS-ഉമായിട്ടുള്ള പ്രശ്നം, ഇതൊക്കെ BJP-ക്കുണ്ട്. കോൺഗ്രസിനാണെങ്കിൽ സരിൻ പോയി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം അവിടെ കിടപ്പുണ്ട്. LDF-നാണെങ്കിൽ സ്വാഭാവികമായിട്ടും എപ്പോഴും ഉയരുന്ന പോലെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. അത് ഒന്നിൽ പറഞ്ഞാൽ തീരില്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വോട്ടാവാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ ദേശങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിൽ നിന്നൊക്കെ വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ വോട്ട് മാറ്റി കുത്തിയിട്ടില്ലെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകാനില്ലെങ്കിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയല്ലേ ഇപ്പൊ കാണുന്നത്? നമുക്ക് ഈ കോൺഗ്രസ് രംഗത്ത് തുടക്കത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സരിൻ തന്നെ മറുകണ്ഠം പോവുകയും LDF-ന്റെ സ്ഥാനാർത്ഥിയാവുകയും പല ആളുകൾ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ വോട്ടിങ്ങിൽ ഈ BJP 2ാം സ്ഥാനത്തുള്ള ഒരു സ്ഥലത്ത് ഈ കൂട്ടത്തോടെ മാറ്റി കുത്തിയോ എന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വളരെ നേരിയ രീതിയിലായിരിക്കും പോവുക. അത് പക്ഷേ BJP-ക്കകത്തും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർക്ക് പലർക്കായി കുറച്ച് വോട്ടുകൾ മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ സരിന്, ഈ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സരിന് ഈ നേരത്തെ കിട്ടിയതിനേക്കാൾ, അതായത് CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് സരിൻ വാങ്ങുന്ന വോട്ടുകൾ BJP വോട്ടുകളാണോ UDF വോട്ടുകളാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. CPM-ന്റെ കണക്കുകൂട്ടൽ പ്രകാരം 2ാം സ്ഥാനത്തെങ്കിലും ഈ സരിൻ എത്താൻ കഴിയും എന്നുള്ളതാണ്. അത് ഈ കണ്ണാടി മാത്തൂർ മേഖലയിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ നഗരമേഖലയിൽ നിന്നും കൂടുതൽ വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. അതായത് 7ാം റൗണ്ട് കഴിയുന്നതോടുകൂടി നമുക്ക് ആര് ഈ 2ാം സ്ഥാനത്ത് വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അന്നത്തെ ഈ പോളിംഗ് ഡേയുടെ വൈകിട്ട് എല്ലാവരുടെയും ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നു. അതായത് ആത്മവിശ്വാസം ഉണ്ട് എന്ന് എടുത്തു പറയുമ്പോഴും പക്ഷെ മുഖത്ത് അങ്ങോട്ട് അതിന്റെ ഒരു തെളിച്ചം ഉണ്ടായിരുന്നില്ല. അപ്പം ടെൻഷൻ ഉണ്ട്, സ്വാഭാവികമായിട്ട് നല്ല ടെൻഷൻ. 3 മുന്നണികൾക്കും ടെൻഷൻ ഉണ്ട്. അത് നമ്മൾ അവർ പ്രകടിപ്പിക്കുന്നില്ല എങ്കിലും അത് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ഏറ്റവും എടുത്തു പറയുന്നത്, അവിടെ തുടക്കം മുതൽ UDF പറയുന്നത് പോരാട്ടം ഞങ്ങളും BJP-യും തമ്മിലാണ് എന്നതായിരുന്നു. പക്ഷേ അവിടെ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്തത് LDF തന്നെയായിരുന്നു. ഓരോ ഘട്ടത്തിലും മാറി മാറി പുതിയ തന്ത്രങ്ങൾ വരുന്നു. അപ്പോൾ അവിടെ ശക്തമായി 3ാം സ്ഥാനത്തല്ല ഞങ്ങൾ, ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് എത്ര തവണ UDF BJP-യുമായിട്ടാണ് ഫൈറ്റ് എന്ന് പറയുമ്പോഴും അത്രയും തവണ തന്നെ LDF-ഉം UDF-ഉം ആയിട്ടാണ് ഫൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് അവസാന ദിവസം വരെ, ആ മറ്റേ പരസ്യം കൊടുത്തത് വരെ ഒക്കെ തന്നെ കൊണ്ടുവരാൻ സാധിച്ചു. അതും വലിയൊരു ബോംബായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ എത്ര കണ്ട് ഈ വോട്ടിൽ പ്രതിഫലിക്കും ഇന്നത്തെ ദിവസം, അത് ഏത് രീതിയിലൊക്കെ ഒരു തിരിച്ചടിയാകും. സന്ദീപ് വാര്യർ ചെറിയൊരു ഘടകമല്ല ആക്ച്വലി. അത് അവിടെ എങ്ങനെ പണിയാവും, ആർക്ക് പണിയാവും, ആർക്ക് നല്ലതിന് സംഭവിച്ചു എന്നൊക്കെയുള്ളതും നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം എന്ന് തോന്നുന്നു.